നമ്മളിരിക്കുന്നത് നോമ്പുകാലത്തെ പാതി നോമ്പ് കഴിഞ്ഞ ആ സമയത്തൊക്കെയാണ്. ലോകത്തെ മുഴുവൻ കീഴടക്കിയ സ്നേഹമാണ് ആരുടേത്? യേശുവിൻ്റെ സ്നേഹം. ലോകത്തെ കീഴ്പ്പെടുത്തിയ സ്നേഹമാണ്. നമുക്കൊക്കെ ഒരുപാട് സ്നേഹങ്ങൾ അറിയാം. നമ്മൾ പലരെയും സ്നേഹിച്ചിട്ടുണ്ട്, പലരുടെയും സ്നേഹം നമ്മൾ അനുഭവിച്ചിട്ടുമുണ്ട്. അതൊക്കെ നമ്മളെ സംബന്ധിച്ച് ഇന്ന് ഒരു മറക്കാനാവാത്ത വേദനയാണ്. പല സ്നേഹവും ആദ്യകാലത്ത് ആ സ്നേഹം ഭയങ്കരമായിരുന്നു. പിന്നീട് ആ സ്നേഹം നമുക്ക് തന്നത് മധുരമല്ല, കയ്പാണ്. ആ നമ്പർ വരെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. അത് നമ്മുടെ ജീവിതത്തിലെ ഒരു കറുത്ത അധ്യായം പോലെ കിടപ്പുണ്ട്. പക്ഷെ യേശുവിൻ്റെ സ്നേഹം കറുത്ത അധ്യായമല്ല. അത് ഇന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ബലമാണ്. ആ സ്നേഹം നമ്മൾ അനുഭവിച്ച ഒരുപാട് സ്നേഹങ്ങളെ യേശുവിൻ്റെ സ്നേഹത്തോട് ചേർത്ത് വയ്ച്ചപ്പോൾ നമ്മൾ കണ്ട എല്ലാ സ്നേഹങ്ങളും വലിയ ബിഗ് സീറോ, വലിയ വട്ടപൂജ്യമായിരുന്നല്ലോ എന്ന് തോന്നും. നമ്മൾ അറിഞ്ഞ പലരുടെയും സ്നേഹം ചെറിയ പൂജ്യമല്ല, വലിയ വട്ടപൂജ്യം. പുറമേയുള്ള സ്നേഹം, അകമേ ഒരു കാമ്പില്ലാത്ത സ്നേഹം. എന്നാൽ യേശുവിൻ്റെ സ്നേഹം നമ്മളെ അകമഴിഞ്ഞ് സ്നേഹിച്ച സ്നേഹമാണ്. ആ സ്നേഹമാണ് ഇവിടെ നമ്മളെ ഒരുമിച്ച് കൂട്ടിയത്. ആ സ്നേഹത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. ആ സ്നേഹമാണ് ഇന്നും നമ്മളെ ജീവിതത്തെ പിടിച്ചു നിർത്തുന്ന സ്നേഹം. ആ സ്നേഹമാണ് പാപിനിയായ സ്ത്രീയെ സ്നേഹിച്ച സ്നേഹം. ആ സ്നേഹമാണ് കുഷ്ഠരോഗിയെ തൊട്ട സ്നേഹം. ആ സ്നേഹമാണ് ആർക്കും വേണ്ടാത്തവരെ ജീവിതത്തോട് ചേർത്ത് വെച്ച സ്നേഹം. ആ സ്നേഹമാണ് അന്ധനായ വ്യക്തിയെ പേര് വിളിച്ച സ്നേഹം. അങ്ങനെ ചിന്തിച്ചാൽ ഒരു നൂലിൽ കോർത്ത മുത്തുപോലെ ഒരുപാടുണ്ട് പറയാൻ. ആ സ്നേഹത്തെ നോക്കിയിട്ടാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്, ഈ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ മാറ്റാൻ കഴിയും? മരണത്തിന് പോലും കഴിയില്ലെന്നാ പറഞ്ഞു. ദൂതന്മാർക്കോ മരണത്തിനോ ആ സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റാൻ കഴിയില്ല. ഏത് സ്നേഹം? യേശുവിൻ്റെ ക്രൂശിലെ എന്നോടും നിങ്ങളോടും കാണിച്ച ആ നല്ല സ്നേഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഒത്തിരി പേരെ കണ്ടു, പ്രാർത്ഥിച്ചു. ഇന്ന് നമുക്ക് ഒരുപാട് ആളുകളുണ്ട് താഴെ. ഒരുപാട് പേര് കൗൺസിലിങ്ങിനായിട്ട് ഇരിപ്പുണ്ട്. കുമ്പസാരം ഇനിയും ഒരുപാട് പേരുണ്ട്. അങ്ങനെ ധാരാളം ആളുകൾ പല സ്ഥലത്തുമുണ്ട്. ഇന്ന് നല്ല ഒരു സമയമാണ്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ വചനം നിങ്ങളെ സഹായിക്കുമെന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു ബലമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വചനം വായിക്കുകയാണ്. സങ്കീർത്തനം 40 അധ്യായം 2 വാക്യം ഞാനൊന്ന് വായിക്കുകയാണ്. സങ്കീർത്തനം 40 അധ്യായം 2 വാക്യം. ഭീകരമായ ഗർത്തത്തിൽ നിന്നും, ഒന്ന് കേട്ടെ, ഭീകരമായ ഗർത്തത്തിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും. ചേറ്റിൽ നിന്നെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ചെളിയിൽ നിന്ന്. ചെളിയിൽ വീണാലുള്ള അവസ്ഥ എന്താണ്? ഒരു കാലെടുത്ത് അടുത്ത കാല് പറിച്ചു വയ്ക്കണമെങ്കിൽ വലിയ പാടാണ്. അത് ചെളിയിൽ താന്നു പോയാൽ സാധാരണ ഉറപ്പുള്ളൊരു പ്ലാറ്റ്ഫോമിൽ കൂടെ നടന്നു പോകുന്ന പോലെ ഒന്നും പോകാൻ പറ്റില്ല. ഒരു കാലെടുത്ത് അടുത്ത കാല് പോക്കുമ്പോഴത്തേക്കും അടുത്ത കാല് താന്നു പോകും. അടുത്ത കാല് എങ്ങനെയും ബലം വെച്ച് ഒന്ന് ഉയർത്തിയെടുക്കുമ്പോൾ അപ്പുറത്തെ കാല് താന്നു പോകും. ചിലപ്പോൾ മറിഞ്ഞു കെട്ടി അതിനകത്തോട്ട് വീഴും. എഴുതിയിരിക്കുകയാണ്, ഭീകരമായ ഗർത്തത്തിൽ നിന്നും, കുഴഞ്ഞ ചെളിയിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി. അവസാനത്തെ വാക്കെന്താ? കരകയറ്റി. എല്ലാവരും ആ വാക്കെന്ന് പറഞ്ഞേ, കരകയറ്റി. നമ്മളെല്ലാം ഒന്ന് കരകയറണമെന്ന് ആഗ്രഹിച്ചാ വന്നേ. കരകയറ്റി എന്ന് എഴുതിയിരിക്കുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. കുഴഞ്ഞ ചേറ്റിൽ നിന്നും, ഭീകരമായ ഗർത്തത്തിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി. ഇത് അനുഭവിച്ചൊരാൾ അയാളുടെ ടെസ്റ്റിമണി പറയുകയാണ്. സങ്കീർത്തനം, എൻ്റെ അവസ്ഥ ഇങ്ങനൊക്കെ ആയിരുന്നു. എൻ്റെ അവസ്ഥ ഭീകരമായിരുന്നു. ഗർത്തം എന്ന വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ഭീകരമായ ഗർത്തം. പേടിയുള്ള ഒരു സമയം, ഭീകരമായൊരു അവസ്ഥയിൽ നിന്നും, കുഴഞ്ഞു മറഞ്ഞ ചെളിയിൽ നിന്നും എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തെ കരകയറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിച്ച് ഈ വചനം കേൾക്കുന്ന 1000 പേർക്ക്, 1000 കുടുംബങ്ങൾക്ക് ദൈവം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന്
കൈക്ക് പിടിച്ച് കര കയറ്റുന്ന ഒരു അനുഭവം ഇന്ന് ഈ വചനത്തിലൂടെ നിങ്ങൾക്കുണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കര കയറ്റും. ഈ അവസ്ഥയിൽ നിന്ന് നല്ലൊരവസ്ഥയിലേക്ക് കര കയറ്റും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കും, നിങ്ങളുടെ അവസ്ഥ ഏതാണ്? ഏതവസ്ഥയിൽ നിന്നാണ് നിങ്ങൾക്ക് കര കയറേണ്ടത്? ഞാൻ നിങ്ങളോട് ഒരു വാക്ക് പറയാം. ഒരു വ്യക്തിയുടെ പ്രശ്നത്തിൻ്റെ സമയത്ത്, പ്രതിസന്ധിയുടെ സമയത്ത് ദൈവത്തെ ആണോ അവൻ ചേർത്ത് പിടിച്ചത്, അവൻ്റെ ജീവിതം കരകയറിയിരിക്കും. ആമേൻ. ദൈവത്തിൽ ആശ്രയിച്ചവൻ അങ്ങനെ ഒരു സാക്ഷ്യം പറയും. അത് സത്യമാണ് എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 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 നിങ്ങൾ ഈ വാക്യം കേൾക്കുമ്പോൾ ഒരു സാധാരണ പോലെയാണോ നിങ്ങൾ തോന്നിയത്? ഭീകരമായ ഗർത്തത്തിൽ നിന്നും വലിയ ആഴമുള്ള ഒരു കിണർ പോയി നോക്കിയാൽ നമ്മുടെ മനസ്സ് പേടി വരും, ഒന്നും പേടിക്കും, ഒന്നും ഒരു വിറ പോലെ നമുക്ക് തോന്നും. അത്ര ആഴമാണ്. അത്ര ആഴമുള്ള ഒരു കിണർ കാണുമ്പോൾ നമുക്കുള്ളിൽ എന്തോ ഒരു പേടി. ഭീകരമായ ഗർത്തം. ചിലപ്പോൾ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളെല്ലാം അതിൻ്റെ എല്ലാം കൂടി ആകത്തുക ഈ വാക്കിലെത്തി നിൽക്കും. ഭീകരമാണ്. എനിക്ക് താങ്ങാനാവുന്നതിലും അധികമാണ് എൻ്റെ പ്രയാസങ്ങൾ, താങ്ങാനാവുന്നതിലും അധികമാണ് എൻ്റെ വേദനകൾ, എൻ്റെ അവസ്ഥ എന്തുമാകട്ടെ. അടുത്ത വാക്യം എന്നാ നോക്കൂ. കുഴഞ്ഞ ചെളിയിൽ നിന്നും അവിടുന്ന്, അവിടെ ഒരു വാക്കുണ്ട്, കരകയറ്റി എന്നുള്ള വാക്കിന്റെ ഇപ്പുറത്തൊരു ചെറിയ വാക്കുണ്ട്, എന്നെ. കൃത്യമായിട്ട് ആരെയോ ഒരാളെ അല്ല, എന്നെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ അവസ്ഥയിൽ നിന്ന് ദൈവം എന്നെയും കരകയറ്റും. വിശ്വസിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. 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 നിങ്ങളുടെ നാളത്തെ സാക്ഷ്യം ഇതാകട്ടെ. നിങ്ങളിപ്പോൾ ചിന്തിക്കുമായിരിക്കും, ഞാൻ എത്ര നാളായി ഒന്ന് ശ്രമിക്കുന്നു എൻ്റെ ജീവിതം ഒന്ന് കരകയറാൻ വേണ്ടി. ഞാനൊന്ന് കരകയറിയിട്ട് വേണം എനിക്ക് എൻ്റെ കൂടെ ഉള്ളവരെ ഒന്ന് കരകയറ്റാൻ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ കരകയറിയാലല്ലേ കൂടെ നിൽക്കുന്ന പലതിനെയും കരകയറ്റാൻ പറ്റുള്ളൂ. എല്ലാവരും ചെളിയിലാ നിൽക്കുന്നെങ്കിൽ, എല്ലാവരും കുഴിയിലാ കിടക്കുന്നെങ്കിൽ ആരെ കരകയറ്റും? ഒരാൾ മുകളിൽ വേണ്ടേ? ഒരാൾ മുകളിൽ ഉണ്ടെങ്കിലേ ഒരാളെ കയറ്റാൻ പറ്റുള്ളൂ. കൈക്ക് പിടിച്ച അവസ്ഥയിൽ നിന്ന് ദൈവം നിങ്ങളുടെ ഇന്നത്തെ സാഹചര്യത്തെ മാറ്റാൻ ദൈവം നിങ്ങളെ ഒരു ഉത്തരമാക്കും, ഒരനുഗ്രഹമാക്കി മാറ്റും. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. കരകയറ്റിയിട്ട് എന്തു ചെയ്തു എന്ന് എഴുതിയിരിക്കുകയാണ്. എന്റെ പാദങ്ങൾ. കരകയറ്റിട്ട് ആള് പോയില്ല. കരകയറ്റിട്ട് ഇനി ആൾ എങ്ങനെയും ജീവിച്ചോളൂ എന്നല്ല, എവിടെ കൊണ്ട് നിർത്തി? എന്റെ പാദങ്ങൾ. ഏതു പാദങ്ങൾ? ചെളിയിൽ താന്നുപോയ ചെളി പിടിച്ച എന്റെ പാദങ്ങളെ പാറയിൽ ഉറപ്പിച്ചു. അപ്പൊ ഇനി വീഴുമെന്ന് പേടിക്കണ്ട, ഇനി ഇത് ഉരുണ്ടു പോകുമെന്ന് പേടിക്കണ്ട, ഇനി താന്നു പോകുമെന്ന് പേടിക്കണ്ട. എവിടെയാ ഉറപ്പിച്ചത്? പാറയിൽ. ഒരു പാറയിൽ ആ ചെളി കിടന്ന ആളെ ദൈവം കൈക്ക് പിടിച്ച് കയറ്റിയിട്ട് ഉറപ്പിച്ചു നിർത്തിയതൊരു പാറയിലാണ്. പാറയിൽ ഉറപ്പിച്ചു നിർത്തി. എന്നിട്ടോ കാൽവയ്പ്പുകൾ സുരക്ഷിതമാക്കി. പിന്നീട് എവിടെയും വീഴാതിരിക്കാൻ നിന്റെ കാലുകളെ സ്വർഗത്തിലെ ദൈവം സുരക്ഷിതമാക്കും. ഇതെല്ലാം ഇന്ന് നടക്കും. ഇതെല്ലാം ഇന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളിൽ സംഭവിക്കും, എന്നിൽ നടക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെ ദൈവം ചെയ്താൽ പിന്നെ നമുക്കൊരു പേടി വേണ്ട. വീഴുമോ, ഞാൻ തകർന്നു പോകുമോ, ഞാൻ പോയി മരിച്ചാലോ, ഈ പൊട്ട ചിന്തകളൊന്നും ആവശ്യമില്ല. കാരണം ഇപ്പോൾ എന്നെ ദൈവം നിർത്തിയിരിക്കുന്നത് ഉരുണ്ടു പോകുന്ന ഒരു പാറയിലല്ല, പൊടിഞ്ഞു പോകുന്ന ഒരു പാറയിലല്ല, എവിടെയെങ്കിലും ചെന്ന് പൊട്ടിത്തകർന്നു പോകുന്ന ഒരു പാറയില്ല, ഉറച്ച പാറമേൽ. ഹല്ലേലൂയ. ഒരാൾ എന്നോട് പറഞ്ഞു, ഒരാൾ പറയുമ്പോൾ പറഞ്ഞ ആളെയൊക്കെ എനിക്കറിയാം, എൻ്റെ മനസ്സിലുണ്ട് ആ ആളുടെ മുഖം. എനിക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകില്ല അച്ചോ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ അങ്ങനെ ഒരു വിധി പറയാൻ കാരണം? ഞാൻ അത്രയും ജീവിതത്തിൽ ഞാൻ അത്രയും ദൈവത്തിൽ നിന്ന് അകന്നുപോയി പാപത്തിൽ ജീവിച്ച ആളാണ്. ഇനി എനിക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകില്ല. അങ്ങനെയാണ് ആ വ്യക്തി സ്വന്തം പേര് പോലും പറയുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞ വാക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അവസ്ഥ എന്തുമാകട്ടെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അങ്ങനെ കൈ നീട്ടി 1 മിനിറ്റിൻ്റെ പകുതി സമയം പ്രാർത്ഥിച്ചു കാണും. എന്നിട്ട് ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, നിനക്ക് നല്ലൊരു കുടുംബജീവിതം തന്ന്
ദൈവം നിന്നെ ഉറപ്പിക്കും. ആ വ്യക്തി ഒരക്ഷരം മറുപടി പറഞ്ഞില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ആ വ്യക്തി അത് വിശ്വസിച്ചിട്ടില്ല എന്നോർത്തു. പിന്നെ ആളുകൾ തിരക്കായതുകൊണ്ട് ആള് പോയി. ആളുടെ നമ്പർ അറിയില്ല, പക്ഷെ ആളുടെ മുഖം എൻ്റെ മനസ്സിലുണ്ട്. ആളുടെ നമ്പർ എവിടെ നിന്ന് വന്നു ഒന്നും അറിയത്തില്ല. പക്ഷെ പിന്നീട് ഒരു നാൾ ആ വ്യക്തി വീണ്ടും ഇവിടെ വന്നു. എന്നിട്ട് ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇത് എൻ്റെ വിവാഹം കഴിഞ്ഞു എൻ്റെ ജീവിത പങ്കാളിയാണ് ഈ നിൽക്കുന്നത്. അപ്പോഴെനിക്ക് ആ വ്യക്തി തന്നെ എന്നെ ഓർമ്മപ്പെടുത്തി. ഞാൻ എന്നോട് പറഞ്ഞ കാര്യം ഓർമ്മപ്പെടുത്തി. ആ വ്യക്തി അന്നത്തെ ആ കുഴിയിൽ കിടന്ന്, അന്നത്തെ ആ ചെളിക്കകത്ത് കിടന്നിട്ടാ പറഞ്ഞത്, എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാകാൻ സാധ്യതയില്ല. ഞാൻ കുറച്ച് പണമൊക്കെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. എനിക്കൊരു 65 വയസ്സൊക്കെ എനിക്ക് ആയുസ് കിട്ടുവാണെങ്കിൽ ഞാൻ സൂക്ഷിച്ച പണം, അന്ന് എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്, സൂക്ഷിച്ച പണം ഞാനൊരു വൃദ്ധമന്ദിരത്തിൽ കൊണ്ടുപോയി കൊടുത്ത്, സാധാരണ വൃദ്ധമന്ദിരമല്ല, പണമൊക്കെ കൊടുത്ത് നന്നായിട്ട് നോക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ ലക്ഷങ്ങൾ കൊടുത്ത് എന്നെ അവർ നോക്കിക്കോളും. അതായിരുന്നു ആ വ്യക്തി അവരുടെ ഭാവി വരച്ചു വച്ച രൂപം. കുറച്ചു നാളൊക്കെ ആരോഗ്യമുള്ള സമയത്ത് സാധാരണ ജീവിക്കുക, പിന്നെ ഏതെങ്കിലും വൃദ്ധമന്ദിരത്തിൽ പോയി ജീവിക്കുക, അവിടെ മരിക്കുക ആയുസുണ്ടെങ്കിൽ. പക്ഷെ ആ വ്യക്തിയോട് ദൈവം പറഞ്ഞത് വൃദ്ധമന്ദിരമല്ല കാണിച്ചത്, നിനക്ക് നല്ലൊരു ജീവിതം തന്ന്. ഇവിടെ കണ്ടോ, ചെളി കിടന്ന ഒരാളെ എവിടെ ഉറപ്പിച്ചത്? ഒരു പാറമേൽ. ഒരു പാറ. ഈ പാറ ഓരോരുത്തർക്കും ഓരോ പാറയാ. ചിലപ്പോൾ എന്നെ സംബന്ധിച്ചാണ്, ഞാൻ വിശ്വസിക്കും ദൈവം എനിക്ക് നല്ല ശുശ്രൂഷകൾ തന്ന് നല്ലതുപോലെ ഉറപ്പിക്കും. ഈ സ്ഥലത്തെ എങ്ങനെ ഉറപ്പിക്കും? ഇവിടെ വരുന്ന പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും അനുഗ്രഹം ലഭിക്കത്തക്ക വിധം അഭിഷേകമുള്ള ഒരു മണ്ണായി ഈ സ്ഥലത്തെ ദൈവം ഉറപ്പിക്കും. നിങ്ങളെ നല്ലൊരു കുടുംബനാഥനായി നിർത്തിക്കൊണ്ട് ആ കുടുംബത്തിൽ നിങ്ങളെ ഉറപ്പിക്കും. നിനക്ക് നല്ലൊരു, നിന്നെ സ്നേഹിക്കുന്ന, നിനക്ക് സ്നേഹിക്കാൻ കഴിവുള്ള ഒരു ജീവിത പങ്കാളിയെ തന്ന നിന്റെ ജീവിതത്തെ ദൈവം ഉറപ്പിക്കും. ചിലപ്പോൾ ഇന്ന് പറയുന്നു, എനിക്ക് വണ്ടിക്കൂലിക്ക് കാശില്ലാത്തോണ്ട് ഞാൻ കടം മേടിച്ചിട്ടാ വന്നത്. നിനക്ക് നല്ലൊരു ജോലി തന്ന് ദൈവം ഇന്നത്തെ ആ ദാരിദ്ര്യം മാറ്റി ദൈവം നിന്നെ ഉറപ്പിക്കും. ചിലപ്പോൾ നീ പറയും, എനിക്ക് ഒരു വീടില്ല, വാടകയ്ക്കാണ് ഞാൻ കിടക്കുന്നത്. വാടക ചോദിക്കുന്നയാൾ പല പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞു, വാടക തന്നില്ലെങ്കിൽ ഇറങ്ങിപ്പോണ്ട് വരും കേട്ടോ എന്ന് പല പ്രാവശ്യം പറഞ്ഞു. ഒരു വീടില്ല. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളാണോ? പാറ പോലെ നിനക്ക് താമസിക്കാൻ നല്ലൊരു വീട് ദൈവമായിട്ട് ഒരുക്കി തന്ന് അവിടെ നിന്നെ ഉറപ്പിക്കും. ഉറപ്പിക്കും എന്നൊരു വാക്കുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? അതെവിടെയും തെന്നി മറിഞ്ഞു പോകില്ല. ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ളതിനെ ഉറപ്പിക്കാം. ഉറപ്പുള്ളതേ അങ്ങനെ ഉറച്ചു നിൽക്കുള്ളൂ. ആടിക്കളിക്കുന്നതിൽ ആരും വിശ്വസിക്കത്തില്ല. ദൈവം നിനക്കൊരു നന്മ തരുമ്പോൾ അത് ഉറപ്പുള്ള ഒരു അനുഗ്രഹമായി അത് ജീവിതത്തിൽ വരും. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വ്യക്തി പറഞ്ഞു, ഇത് ഓരോ വ്യക്തികളും അനുഭവം ഇങ്ങനെ ഓർക്കുവാണ്. ഒരാൾ പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ച് എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ജീവിത പങ്കാളി മദ്യപിക്കരുതെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ വിവാഹത്തിന് മുമ്പ് അറിയില്ലായിരുന്നു ഇയാൾ മദ്യപിക്കുമെന്ന്. 1 മാസം 1.5 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഇദ്ദേഹത്തിൻ്റെ പഴയ സ്വഭാവമായി. ഭയങ്കര മദ്യപാനമാണ്. എനിക്ക് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. എനിക്ക് മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. ഇത് വലിയ താമസമില്ലാണ്ട് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ പിരിയും. എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല ഇങ്ങനെ ഒരാള്. എൻ്റെ വീട്ടിൽ ആരും മദ്യപിക്കുന്ന ആളല്ല. ഞാൻ ആകപ്പാടെ പ്രാർത്ഥിച്ചത് മദ്യപിക്കുന്ന ഒരാൾ എൻ്റെ ജീവിതത്തിൽ വരരുതെന്നാണ്. പക്ഷെ എനിക്ക് കിട്ടിയത് ഇങ്ങനത്തെ ഒരാളാണ്. പ്രാർത്ഥിക്കാൻ വന്ന വിഷയമാണ്. ഇന്നോ ഇന്നലെയോ അല്ല, മാസങ്ങൾക്ക് മുമ്പ് അപ്പോഴും പറഞ്ഞ വാക്കിതാണ് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. നിന്റെ ഇപ്പോഴത്തെ ആ വിഷമം മാറ്റി, ആ ഭീകരമായ ഗർത്തത്തിൽ നിന്നും, ആ കുഴഞ്ഞ ചേറ്റിൽ നിന്നും ദൈവം നിന്നെ അനുഗ്രഹമുള്ള ഒരു ജീവിത പങ്കാളിയൊക്കെ ആകി ആ വ്യക്തിയുടെ ജീവിതത്തെ മാറ്റി നിന്നെ ജീവിതത്തെ ദൈവം ഉറപ്പിക്കും. അത്ഭുതകരമായി ഇതൊക്കെ സംഭവിച്ചു. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ഈ കൂട്ടത്തിൽ ആരോ ഒരാൾ ഇരിപ്പുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു അതിനകത്ത് ആളിനകത്തുണ്ടെന്ന്. ഇവിടെ സാക്ഷ്യം പറയുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. സാക്ഷ്യം വരാൻ ആരും നിർബന്ധിക്കത്തില്ല, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ആ പറഞ്ഞ ആള് ഇവിടെ ഉണ്ടെന്ന്. ആ വ്യക്തി മദ്യപിച്ചിട്ടില്ല. പിന്നീട് ഇത്രയും നാളുകളായിട്ട് ആ വ്യക്തി മദ്യപിച്ചിട്ടില്ല. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടായി. നീ ആഗ്രഹിക്കുന്ന കാര്യം ജീവിതത്തിൽ ദൈവം ഒരുക്കി തന്ന് നിന്റെ പാദങ്ങളെ ദൈവം ഉറപ്പിക്കും. കാൽ ചുവടുകളെ സുരക്ഷിതമാക്കും. എന്താക്കും? സുരക്ഷിതം എന്ന് പറഞ്ഞാൽ ഒരു പരിക്കും ഉണ്ടാകാത്ത വിധത്തിൽ ആ കാൽ ചുവടുകളെ നീ നിൽക്കുന്ന സ്ഥലത്തെ ദൈവം സുരക്ഷിതമാക്കും.
സുരക്ഷിതമാക്കും എന്ന് പറഞ്ഞേ. കരങ്ങൾ ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ദൈവവചനം കേൾക്കുന്ന നിങ്ങൾക്ക് ഈ പറഞ്ഞ വചനത്തിലെ ചില നല്ല അനുഭവങ്ങളും. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു കേട്ടോ, ഇതെന്ത് പ്രാർത്ഥിച്ചിട്ടാണ് ഇത്ര വലിയൊരു വിടുതൽ നടന്നതെന്ന് ഞാൻ ചിന്തിച്ചു. ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് 40-ാം അധ്യായത്തിലാണ്. ഞാനപ്പോൾ 39-ാം അധ്യായത്തിൽ എന്തോ ചെയ്തിട്ടാണല്ലോ 40-ാം അധ്യായത്തിൽ ഈ വ്യക്തി, ഈ സങ്കീർത്തകൻ സാക്ഷ്യം പറഞ്ഞത്. 39-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ മനസ്സുരുകിയുള്ളൊരു പ്രാർത്ഥന കിടപ്പുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ് ഈ വിടുതൽ ഉണ്ടായത്. നിങ്ങൾ മനസ്സുരുകി പ്രാർത്ഥിച്ചോ, അതിൻ്റെ ഉത്തരം ഒരു 40-ാം അധ്യായം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വരും. 39-ാം അധ്യായം 12-ാമത്തെ വാക്യം, കർത്താവേ, കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ നിലവിളി ചെവിക്കൊള്ളണമേ. ഞാൻ കണ്ണീരൊഴുക്കുമ്പോൾ. എങ്ങനെയാ പ്രാർത്ഥിച്ചത്? ചുമ്മാ കാഴ്ചക്കാരനെ പോലെയല്ല, കണ്ണുനീരൊഴുക്കി. ഞാൻ കണ്ണുനീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുതേ. അപ്പോൾ തൊട്ടു പുറകിലത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ മനസ്സുരുകി ദൈവത്തെ കണ്ണുനീരോടെ വിളിക്കുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടിയാണ്. ഈ ഭീകരമായ അവസ്ഥയിൽ നിന്നും, ഈ കുഴഞ്ഞ ചേറ്റിൽ നിന്നും ദൈവം എന്നെ കരകയറ്റി, എന്നെ ഉറച്ച പാറമേൽ നിർത്തി, എൻ്റെ കാൽ ചുവടുകളെ സുരക്ഷിതമാക്കി. ഇങ്ങനെ ഒരു ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ കണ്ണുകളടച്ച് ആ 2 കരങ്ങളൊന്ന് ഉയർത്താമോ? ഇതെന്നെ കേൾക്കുന്നത് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലോ ദേശങ്ങളിലോ കുടുംബങ്ങളിലോ ഇരുന്നാണോ? നിങ്ങളുടെ ഭീകരമായ അന്തരീക്ഷം, താങ്ങാനാവുന്നതിലും അധികമുള്ള പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, വെല്ലുവിളികൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, അത് ദൈവകരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ ഉയർത്തിയ കരങ്ങളിൽ ദൈവം പിടിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളെ ഉയർത്തുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് നല്ലൊരു ജോലി തന്ന്, വീട് തന്ന്, ആരോഗ്യം തന്ന്, സമാധാനം നൽകി ഉറച്ച പാറമേലെന്ന പോലെ ദൈവം ഉയർപ്പിച്ചു നിർത്തട്ടെ. ദൈവം ഉറപ്പിച്ചു നിർത്തട്ടെ. നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറാൻ ഇടവരട്ടെ. നിങ്ങളുടെ പ്രതിസന്ധികൾ മാറാൻ ഇടവരട്ടെ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു. അതുകൊണ്ട് പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ കർത്താവിന് സ്തുതികൾ. അതുകൊണ്ട് ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനം, സ്തോത്രവും ബഹുമാനം, ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനം, സ്തോത്രവും ബഹുമാനം, ശക്തിയും ബലവും യേശുവിന്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് കേട്ട ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു വചനം കൂടി നിങ്ങൾ കേൾക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 20-ാമത്തെ വാക്യം. നമ്മൾ ഈ വചനം ഒന്ന് കേട്ട് പ്രാർത്ഥിക്കുകയാണ്. സുഭാഷിതങ്ങൾ 16:20. ദൈവവചനത്തെ ആദരിക്കുന്നവൻ എന്തു നേടും? ഉത്കർഷം നേടും. എന്താ ഉത്കർഷം എന്നുള്ള വാക്ക്? അവൻ്റെ ജീവിതത്തിൽ നന്മ അനുഭവിക്കും. നമ്മൾ ഇന്ന് ഇപ്പം എന്താ കേൾക്കുന്ന അറിയാമോ? ദൈവത്തിൻ്റെ വചനമാണ്. നമ്മുടെ വാക്യം വായിക്കാമോ? സുഭാഷിതങ്ങൾ 16:20. ദൈവവചനം ആദരിക്കുന്നവൻ. ദൈവവചനം ആദരിക്കുന്നവൻ. ആദരിക്കുക എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുന്നവൻ. നിങ്ങൾ എല്ലാ ദിവസവും ഇപ്പോൾ ദൈവവചനം കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെ ദൈവം ആദരിക്കും. ദൈവവചനത്തെ ആദരിക്കുന്നവനെ ദൈവവും ആദരിക്കും. ദൈവത്തെ മാനിക്കുന്നവനെ ദൈവവും മാനിക്കും. അത് സത്യമാണ്. ദൈവവചനത്തെ ആദരിക്കുന്നവനെ അവൻ്റെ ജീവിതം എന്താവും? ഉത്കർഷം നേടും, നന്മ കൈവരാൻ തുടങ്ങും. ഹല്ലേലൂയ. അത്രയും സിമ്പിൾ കാര്യം ശ്രദ്ധിച്ചേ. നിങ്ങൾ വായിക്കുന്ന ഈ ദൈവവചനത്തെ ബഹുമാനിച്ചാൽ നിന്റെ ജീവിതം ഉത്കർഷം നേടും. ഒത്തിരി പേരുടെ സാക്ഷ്യമാണത്. നമ്മൾ ഏറ്റവും കുറഞ്ഞു വായിക്കുന്നതും ദൈവത്തിൻ്റെ വചനമാണ്. ദൈവവചനം ആദരിക്കുന്നവൻ എന്ത് സംഭവിക്കും? ദൈവവചനത്തെ ആദരിക്കുന്നവനെ ദൈവവും ആദരിക്കും. എങ്ങനെ ആദരിക്കും? ദൈവവചനത്തെ ആദരിക്കുന്ന എനിക്ക് ദൈവം എന്നെ എങ്ങനെ ആദരിക്കും? എനിക്ക് നല്ല ശുശ്രൂഷകൾ നൽകി ദൈവം എൻ്റെ വ്യക്തി ജീവിതങ്ങളെ ദൈവം ആദരിക്കും. നിങ്ങൾ ദൈവവചനത്തെ ആദരിക്കുന്ന ഒരാളാണോ? നിനക്കൊരു ജോലി വേണം, വീട് വേണം. ദൈവമേ, എന്താ എൻ്റെ അവസ്ഥ ഇങ്ങനെ? നീ എന്താണോ ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത് അത് നിനക്ക് നൽകി
നിന്റെ ജീവിതത്തെ ദൈവം ആദരിക്കും, ബഹുമാനിക്കും. വേറൊന്നിൻ്റെയും പുറകെ ഓടിപ്പാഞ്ഞു പോവണ്ട. നിങ്ങൾ കൈകളിലുള്ള കേൾക്കുന്ന വചനത്തെ വിശ്വസിച്ച് അതിനെ വിശ്വാസത്തിൽ എടുത്ത് ആദരിച്ചാൽ മതി. പ്രാർത്ഥിച്ചു നോക്ക്, അതിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരു ദിവസം കേരളത്തിൻ്റെ ഒരു സ്ഥലത്ത് ധ്യാനം നടത്തുമ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നൊരാൾ ആ ധ്യാനം നടക്കുന്ന പള്ളിയുടെ റോഡിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ഹോട്ടലിൻ്റെ ഒരു റൂം എടുത്ത് താമസിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള അച്ഛനെ കണ്ടിട്ട് അവർ പറഞ്ഞു, ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് വരികയാണ്, ഞാനൊരു ഓർത്തഡോക്സുകാരനാണ്, ഞാൻ ജീവിച്ചിരിക്കാൻ കാരണം ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ദൈവത്തിൻ്റെ വാക്കാണ്. എന്നിട്ട് ആ പള്ളിയിൽ അച്ഛനോട് പറഞ്ഞു, ഞാൻ ആ ഹോട്ടലിൻ്റെ റൂമിൽ അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, ഓസ്ട്രേലിയയിൽ നിന്ന് നിങ്ങൾക്ക് ഫോൺ വിളിച്ചാൽ പോരായിരുന്നോ? എന്തിനാണ് കൊച്ചിയിൽ എയർപോർട്ടിൽ വന്ന് ഇവിടെ വന്നത്? അപ്പോൾ പറഞ്ഞു, എനിക്ക് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എൻ്റെ ജീവിതം എനിക്ക് ഇതുപോലെ ഇവിടെ വന്ന് പറയണം. അങ്ങനെ അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഒരാൾ വന്നിട്ടുണ്ട്, അവരെ കണ്ടേ പറ്റുള്ളൂ, അവർ നമ്പർ തന്നിട്ടുണ്ട്, അവരിപ്പുറത്തെ ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഇവിടെയുള്ള 4 ദിവസവും ധ്യാനത്തിൽ, ഈ പള്ളിയുടെ ധ്യാനം നടക്കുമ്പോൾ ആ ധ്യാനത്തിൽ പങ്കെടുക്കാനാണ് ആ മനുഷ്യൻ വന്നത്. അപ്പോൾ അദ്ദേഹം എന്നെ കാണാൻ വന്നപ്പോൾ തന്നെ അദ്ദേഹം, ഒരുപക്ഷെ ഞാൻ ഈ പ്രസംഗിക്കുന്നത് അദ്ദേഹം ആ നാട്ടിലിരുന്ന് എന്നേലും കേൾക്കുമായിരിക്കും. ഇത് സത്യമാണ് പറയുന്നത്. അയാൾ മുട്ടുകുത്തിരുന്നു, അയാളുടെ കയ്യിൽ ബൈബിൾ, പ്രാർത്ഥനാ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം കുറച്ചു നേരം മുമ്പിൽ മുട്ടുകുത്തി അയാൾ ചുമ്മാ നിന്ന് കരയുകയാണ്, ഒന്നും ഒരു അക്ഷരം പറയുന്നില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഓസ്ട്രേലിയയിൽ വന്ന കുടുംബക്കാരെ കാണാനൊക്കെ ആയിട്ട് വന്നതിൻ്റെ കൂടെ വന്നതാണോ? അല്ല, ഞാൻ ഇതിനു വേണ്ടി തന്നെ ഇത്രയും ടിക്കറ്റ്, ഇത്രയും പൈസയും മുടക്കിയോ? 1-2 രൂപ മതി. ഇവിടുന്ന് കോഴിക്കോട് പോകുന്ന പോലെയാണോ, എറണാകുളം പോകുന്ന പോലെയാണോ, തിരുവനന്തപുരം പോലെയാണോ, ബാംഗ്ലൂർ പോകുന്ന പോലെയാണോ? 1-2 രൂപ കൊണ്ട് തീരുന്ന കാര്യമാണോ? അദ്ദേഹത്തിന് ആ നാട്ടിൽ നല്ലൊരു ബിസിനസ് ഉണ്ട്. ആ ബിസിനസ്സും അദ്ദേഹത്തിൻ്റെ ജീവിതവും അയാൾ അനുഭവിച്ചൊരു വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ അയാൾക്ക് ജീവിതത്തിൽ കേട്ട വചനം വിശ്വസിച്ചെടുത്തത് അയാളുടെ ജീവിതത്തിൽ ഒരു നന്മ കൈവരാൻ ഇടവന്നു. അതിന് നന്ദിയായി ഞാനുണ്ട്, ഇവിടെ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ കൊച്ചിയിൽ എയർപോർട്ടിൽ വന്നിറങ്ങി റൂം എടുത്ത് അവിടെ ഹോട്ടലിൽ ഒരു മുറിയിൽ താമസിച്ച് 4 ദിവസവും വചനം കേട്ട് പ്രാർത്ഥിച്ചു. അന്ന് ഒരു ദിവസം ധ്യാനം നടക്കുമ്പോൾ വൈകുന്നേരം ഒരു 6:30-7 മണിയായപ്പം ധ്യാനം നടക്കുന്ന സ്ഥലത്തൊരു ചെറിയ സ്റ്റേജ് ഉണ്ട്. ആളുകൾ ഇരിക്കുന്നത് കസേരകളിലാണ്, പക്ഷെ ഒന്നും മുകളിലില്ല, വെറുതെ കിടക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. അപ്പോൾ അവിടെയുള്ള കുറേ ലൈറ്റുകൾ, മുഴുവൻ ഈയല്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ദേഹത്ത് ഈയലെ കളയിലാണ്, കോളറയിലെല്ലാം. ഞാൻ പ്രസംഗിച്ചിരിക്കുന്ന സ്ഥലത്തെല്ലാം ഈയല് വന്ന് ഈയലെല്ലാം പോകുന്നു. ഇതിലെ മൊത്തം ഈയല്, ഒരു 10-15 മിനിറ്റത്തേക്ക് ഈയലോട് ഈയല്. അപ്പം ഞാൻ ആ ഈയലിനെ കുറിച്ചൊരു പ്രസംഗം പറഞ്ഞു. ഞാൻ ഈയലിൽ ഒരു കാര്യം അന്നേരം അവരോട് പറഞ്ഞു. എല്ലാവരും പ്രസംഗം കേൾക്കുന്നേക്കാൾ ഒരു ഈയലിനെ കളയാനുള്ള വെപ്രാളമാണ്. നമുക്കാണെങ്കിലും അങ്ങനെയാണല്ലോ. കയ്യിൽ വന്നിരിക്കുന്നു, വേഗത്ത് വന്നിരിക്കുന്നു, ദേഹത്ത് ഉടുപ്പിനകത്തോട്ട് പോകുന്നു, ഭയങ്കര ശല്യം പോലെ. ഇപ്പം ഞാൻ ഈയലിൻ്റെ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവിടെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഈ ഓർത്തഡോക്സ് സഭയിൽ പള്ളിയിൽ പോകുന്ന ഈ മനുഷ്യൻ്റെ ജീവിതമായിട്ട് ഇത്രയും ബന്ധമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവവചനത്തെ ആദരിക്കുന്നവൻ ഉത്കർഷ നേടുമെന്ന ഒരു വചനത്തിൻ്റെ തെളിവാണ്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എല്ലാ വിളക്കുകളൊക്കെ ഇങ്ങനെ സന്ധ്യയാകുമ്പോൾ കത്തിക്കുമ്പോൾ ഈയല് അതുപോലുള്ള പ്രാണികളൊക്കെ വരും. പക്ഷെ ആ പ്രാണികളുടെയൊക്കെ ശവപ്പറമ്പാണ് ഏത്? ആ ഗ്രൗണ്ട്. കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടു കുറേ ഉറുമ്പും കുറേ പല്ലിയെല്ലാം ഇതിനെ പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പറന്നു വന്ന ഈയലാണ്, നല്ല സൗന്ദര്യമുള്ള ചിറകൊക്കെയുള്ള ഈയല. പക്ഷേ ഇപ്പോൾ പലതിൻ്റെയും ചിറകൊക്കെ പോയി നിലത്ത് കിടക്കുന്നു, ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞ് മണ്ണിനകത്തൂടെ നടക്കുന്നു. ചിലതിൻ്റെ ചിറക് കരിഞ്ഞ് മേശപ്പുറത്ത് കിടക്കുന്നു. ഇതിൻ്റെ ആയുസ് തീർന്ന സ്ഥലമാണത്, അതിൻ്റെ ശവപ്പറമ്പാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ആ ഈയലുകളുടെ എല്ലാം സിമിത്തേരിയാണ് അവിടെ. എന്നിട്ട് ഞാൻ പറഞ്ഞു, വിളക്കിൻ്റെ ചുവട്ടിൽ വരുന്ന ഈയലുകളുടെ ചിറക് കരിഞ്ഞു പോയാൽ പിന്നെ ജന്മകാലത്ത് അത് പറക്കത്തില്ല. അതിൻ്റെ ആയുസ് വെട്ടിക്കുറച്ച് അതിൻ്റെ ജീവിതം അവസാനിക്കും, തീർന്നു. പക്ഷേ
ഞാൻ അതിനുശേഷം പറഞ്ഞു, ആ വ്യക്തിയെ ഞാൻ കണ്ടത് അടുത്ത ദിവസമാണ്, തലേ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. എന്നിട്ട് ഞാൻ ആ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഇരിക്കുന്നതും ഇതുപോലൊരു വിളക്കിന്റെ മുമ്പിലാണ്. ഏത് വിളക്കാണ്? വിളക്കിന് പ്രത്യേകതയുണ്ട്. ഏത് വിളക്കാണ്? ദൈവവചനമാകുന്ന വിളക്ക്. ഇതൊരു വിളക്കാണെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ബൈബിൾ പറഞ്ഞു, എൻ്റെ വചനം നിങ്ങളുടെ പാദങ്ങൾക്ക് വിളക്ക്. എന്താ അടുത്ത വാക്ക്? വിളക്ക്. അതും ഒരു വിളക്കാണ്. ഇവിടെ ഇയലിന്റെ പ്രാണി ചിറകുണ്ടായിരുന്ന പല പ്രാണികളുടെയും ചിറകിനെ ഇല്ലാതാക്കിയത് ഒരു വിളക്കാണ്, ഒരു തീയാണ്. എന്നാൽ ബൈബിൾ പറയുന്നു, എൻ്റെ വചനം ഒരു വിളക്കാണ്, നിന്റെ പാദങ്ങൾക്ക് വിളക്കാണ്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ വചനം ഒരാളുടെ ചിറകിനെ, അയാളുടെ ഭാവിയെ കരിച്ചു കളഞ്ഞതായിട്ട്? എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എൻ്റെ ജീവിതം, ഞാൻ ആ വചനം കേട്ട് പ്രാർത്ഥിക്കുക, എൻ്റെ ജീവിതം അവിടെ കൊണ്ട് അവസാനിച്ചു? ഞാൻ കേട്ടിട്ടില്ല. ഇവിടെ വന്നിരിക്കുന്ന ചിലരെങ്കിലും എന്നോട് പറഞ്ഞത്, ദൈവവചനം കേട്ടതിലൂടെയാണ് ഞാൻ ഇന്ന് സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു കാരണമെന്നാ പറഞ്ഞത്. ചിറക് കരിഞ്ഞായിരുന്നെങ്കിൽ ഒരു കുഞ്ഞു പോലും ഈ പഞ്ചായത്തിൽ പോലും വരില്ലായിരുന്നു. നിങ്ങൾക്ക് ദൈവവചനം കേട്ടിട്ട് നിങ്ങളുടെ ജീവിതം തകർന്നു, ചിറക് കരിഞ്ഞു പോയി, എൻ്റെ മക്കളുടെ ഭാവി പോയി, എൻ്റെ കുടുംബജീവിതം പോയി എന്നായിരുന്നെങ്കിൽ ആരും ഈ വണ്ടിക്കൂലി മുടക്കി, ഈ വാഹനം ഓടിച്ച് ട്രെയിനും കയറി റിസ്ക് എടുത്ത് ഇത്രയും ദൂരമുള്ള ഈ സ്ഥലത്ത് നിങ്ങളൊരു കുഞ്ഞു പോലും കയറി വരത്തില്ല. നിങ്ങൾ ഇവിടെ വരാൻ കാരണം നിങ്ങൾക്കറിയാം, ദൈവവചനമാകുന്ന വിളക്ക് അത് ചിറക് കരിക്കുന്ന വിളക്കല്ല, അതെനിക്ക് ഇല്ലാത്ത ചിറകിനെ തരുന്ന സ്ഥലമാണെന്ന്. എത്ര പേര് ജീവിതത്തിൽ അനുഗ്രഹത്തിലേക്ക് കയറിപ്പോയിട്ടുണ്ടെന്നറിയാമോ? ഈ വിളക്കിന്റെ ചുവട്ടിൽ വന്നതുകൊണ്ട്, ഈ വിളക്കിന്റെ ചുവട്ടിൽ വന്നതുകൊണ്ട്. എനിക്ക് ഇവളുടെ കൂടെ ജീവിക്കാൻ ഇഷ്ടമില്ല, എനിക്ക് ഇവന്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് പല്ലും കടിച്ച് മുഖവും കറുപ്പിച്ച് ദേഷ്യഭാവത്തോടെ വന്ന ആളുകൾക്ക് ദൈവവചനം തുറന്നു വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ 10 ദിവസം കഴിഞ്ഞപ്പോൾ, 1 മാസം കഴിഞ്ഞപ്പോൾ തീരുമാനം മാറിയിട്ട് പറയുന്നു, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഇപ്പോൾ ഒരാഗ്രഹം തോന്നി തുടങ്ങി. ഏത് വിളക്കിന്റെ ചുവട്ടിൽ വന്നേ പിന്നെയാണ്? ദൈവവചനമാകുന്ന വിളക്കിന്റെ ചുവട്ടിൽ വന്നേ പിന്നെയാണ് പലർക്കും ഉയർന്നു പറക്കാനുള്ള പല ചിറകും സ്വർഗത്തിലെ ദൈവം അയാളുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചത്. ഞാൻ വിശ്വസിക്കുന്ന ഒരു വാക്ക് പറയട്ടെ, ഇങ്ങനെ വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചിറകുപോലെ ചേർത്ത് വരും. അതിലാണ് നിങ്ങൾ നാളെ ഉയരാൻ പോകുന്നത്. അതിൽ നിങ്ങൾ പറക്കാൻ ദൈവം വഴികൾ ഒരുക്കും. ഞാൻ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഒരിക്കലെന്ന് പറയാൻ പറ്റില്ല, ഒരു 3 ആഴ്ച മുമ്പ് ക്ലാസ് എടുത്ത് കഴിഞ്ഞ ആളുകളെ പിന്നീട് കാണാൻ നിന്നപ്പോൾ ആ സ്ത്രീ എന്നോട് പറയാണ്, അച്ഛൻ മദ്യപാനത്തെ കുറിച്ചൊന്നും പ്രസംഗിക്കുന്നില്ലല്ലോ. മദ്യപാനികളൊക്കെ വരുമ്പോൾ ആ മദ്യപാനം നിർത്താൻ എന്താ പ്രസംഗിക്കാത്തത്? ഞാൻ എൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വന്നത് ആ പ്രസംഗം കേട്ടെങ്കിൽ ആ പുള്ളി മദ്യപാനം നിർത്തും എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് വരെ ഒരാളുടെ മദ്യപാനം നിർത്താനോ പുകവലി നിർത്താനോ ഒന്നും ഞാൻ പ്രസംഗിച്ചിട്ടില്ല. അയ്യോ, അതെന്താ പറയാത്തത്? ഞങ്ങൾ അത് കേൾക്കണമെന്ന് ഉദ്ദേശിച്ചു. എൻ്റെ ഭർത്താവ് മദ്യപാനിയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക, നമ്മൾ ദൈവവചനമല്ലേ കേട്ടത്, അതിനകത്ത് ഒരാൾക്ക് വേണ്ടത് ദൈവം അവന് കൊടുത്തോളും. ആ വ്യക്തി പിന്നീട് 3 ആഴ്ച കഴിഞ്ഞ ശേഷം അയാളുടെ ഭാര്യ പറയാണ്, ഇന്ന് വരെ കുടിച്ചിട്ടില്ലെന്ന്. ഇന്ന് വരെ കുടിച്ചിട്ടില്ലെന്ന്. അയാൾ കുടിക്കരുത് ഞാൻ പറഞ്ഞില്ല. മദ്യപാനം മോശമാണെന്ന് ഞാൻ അയാളോട് പ്രസംഗിക്കാൻ പോയില്ല. നിങ്ങൾ എന്താ ഇങ്ങനെ കുടിക്കുന്നത് ഒന്നും ചോദിക്കാൻ പോയില്ല. ഞാൻ പറഞ്ഞില്ല, ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല മദ്യപാനം നിർത്താൻ. പക്ഷേ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി തീരുമാനിക്കുകയാണ്, സ്വന്തം തീരുമാനിക്കുകയാണ്, അതിന് വേണ്ട, അത് ദൈവം ചെയ്തോളും. നമ്മൾ ഉപദേശിച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ഈ വചനം കേൾക്കാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിൽ നിന്ന് കരിച്ചു കളയേണ്ടതിനെ കരിച്ചു കളഞ്ഞ് ഉയർന്നു പറക്കാനുള്ള ദൈവം ബലമുള്ള ചിറകിനെ ദൈവം ചേർത്ത് വെച്ചു തരും. ആ സമയമാണ് ഈ വിലപ്പെട്ട സമയം. കരങ്ങൾ ഉയർത്തി എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പ്രസംഗിച്ച് പിറ്റേ ദിവസമാണ് ഇദ്ദേഹം എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഇന്നലെ ഒരു ഇയലിനെ കുറിച്ച് പറഞ്ഞില്ല. ഇവിടെ മുഴുവൻ ഇയലായിരുന്നില്ല, 10-15 മിനിറ്റ് ഭയങ്കര ശല്യമായിരുന്നു. എല്ലാവർക്കും പ്രസംഗമൊന്നും കേൾക്കാൻ പറ്റിയില്ല. എവിടുന്ന് ഭയങ്കര ഇയല, ലൈറ്റിന്റെ വേട്ടത് മുഴുവൻ ഇയല്. എന്നിട്ട് അച്ഛൻ ഇയലിനെ കുറിച്ച് പറഞ്ഞില്ലേ? ചിറക് കരിഞ്ഞു പോയ ഇയൽ മണ്ണി കിടന്നു പോകും. ചിറക് പോയാൽ മണ്ണി കിടക്കും, താഴെ പോവും. ചിറകുണ്ടെങ്കിൽ ഉയർന്നു പറക്കും. ആ ചിറകുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ അഹങ്കാരം കൊണ്ടും എൻ്റെ പ്രത്യേകത കൊണ്ടും ദൈവത്തെ മറന്ന് ജീവിച്ച് ആ ചിറകൊക്കെ പോയി. ഞാൻ കടുത്ത പ്രയാസത്തിലും പ്രതിസന്ധിയിലും നഷ്ടത്തിലുമായി. അവിടെ നിന്ന് ഒരു സുഹൃത്താണ് ഇങ്ങനെ ഒരു പ്രസംഗം
എനിക്ക് അയച്ചു തന്നത്. ഞാൻ അയാളോട് പറഞ്ഞു, ഞങ്ങളുടെ സഭയിൽപ്പെട്ട ആളുകളുടെ പ്രസംഗമേ കേൾക്കാറുള്ളൂ. ആ ഓർത്തഡോക്സ് വിശ്വാസത്തിൽപ്പെട്ട ആൾ പറഞ്ഞു, ഞങ്ങളുടെ ആളുകളുടെ പ്രസംഗം കേൾക്കാറുള്ളൂ, നിങ്ങൾ കത്തോലിക്കരുടെ പ്രസംഗം ഞങ്ങൾ കേൾക്കാറില്ല എന്നയാൾ ആദ്യം അയച്ചു തന്ന സുഹൃത്തിനോട് അയാൾ പറഞ്ഞത് അങ്ങനെയാണ് പോലും. എന്നാൽ അതിനുശേഷം ഇയാൾ വീണ്ടും വായിച്ചപ്പോൾ ഒരു ദിവസം കേട്ടപ്പോൾ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ ഈ പ്രസംഗം അയാൾ എന്തായാലും കേട്ടേക്കാമെന്ന് വിചാരിച്ച് യാദൃശ്ചികമായി കേട്ടതാണ്. അയാളുടെ ജീവിതം മാറാനും അയാൾ ഇന്ന് നല്ല രീതിയിൽ ഉയർന്നു പറക്കാനും ഇടവന്നത് പറയാൻ വേണ്ടിയാണ് ആ മനുഷ്യൻ അവിടെ നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റും എടുത്ത് കൊച്ചിയിൽ വന്ന് ഞാൻ ധ്യാനം നടത്തിയ സ്ഥലത്തിൻ്റെ അവിടെ 4 ദിവസം താമസിച്ച് തിരിച്ചു പോയത്. ദൈവവചനത്തെ ആദരിക്കുന്നവൻ ഉത്കർഷം നേടും. ഇവിടെ സഭാവ്യത്യാസങ്ങളില്ല. ഇവിടെ യാക്കോബറ്റുകാരനാണോ, ഓർത്തഡോക്സുകാരനാണോ, മാർത്തോമക്കാരനാണോ, CSI കാരനാണോ, ലാറ്റിൻകാരനാണോ, RC കാരനാണോ, അത് നോക്കിയിട്ടല്ല ഇവിടെ പ്രസംഗിക്കുന്നത്. എന്നെ നിങ്ങളെ സ്നേഹിച്ച ദൈവത്തിന്റെ വചനത്തിന് മതിലുകളില്ല. നമ്മൾ ഒന്നാണ്. ഒറ്റ വിശ്വാസത്തിൽ യേശുവിന്റെ ഒരേ സ്നേഹത്തിലിരുന്നാണ് വചനം കേൾക്കുന്നത്. ഇവിടെ ദൈവവചനം RC-ക്കാർക്ക് മാത്രം അനുഗ്രഹം, ലാറ്റിൻകാർക്ക് മാത്രം വേറെ അനുഗ്രഹം, യാക്കോബക്കാരന് വേറെ അനുഗ്രഹം, ഓർത്തഡോക്സുകാരന് വേറെ അനുഗ്രഹം. അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ദൈവം അനുഗ്രഹിക്കുമ്പോൾ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കും, ഒരു വ്യത്യാസവും കൂടാതെ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. സൂര്യൻ അതിന്റെ വെളിച്ചം താഴോട്ട് വീശുമ്പോൾ പറയില്ലല്ലോ, ഞാൻ കാപ്പിക്ക് മാത്രമേ വെളിച്ചം തരൂ, തേക്ക് മരത്തിന് മാത്രമേ ഞാൻ വെളിച്ചം കൊടുക്കുള്ളൂ. അങ്ങനെ സൂര്യന്റെ പ്രകാശം എല്ലാവരും തുല്യതയോടെ അനുഭവിക്കുന്നത് പോലെ ദൈവത്തിന്റെ സൗഖ്യവും തുല്യമായി സ്വീകരിക്കുന്നവരും അനുഭവിക്കുന്നവരുമാണ് നമ്മൾ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ചേർന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, അടുത്ത വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വചനത്തിലേക്ക് വരികയാണ്. പുറപ്പാട് പുസ്തകത്തിൽ 3-ാം അധ്യായം എന്നൊരു ഭാഗമുണ്ട്. 3-ാം അധ്യായം. ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു വിളക്കിന്റെ ചുവട്ടിൽ വന്ന പ്രാണികളുടെ ചിറക് കരിഞ്ഞു പോയതാണ്. ദൈവവചനത്തിന്റെ അടുത്തേക്ക് വന്ന ഒരാൾക്ക് അയാളുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുന്നത് ഒരനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ച് മനസ്സിലൊന്ന് പറഞ്ഞേ, ഇന്ന് എൻ്റെ ജീവിതത്തോട് ദൈവം ചേർത്ത് വയ്ക്കുന്നത് ഒരു നന്മയായിരിക്കും, ഒരനുഗ്രഹമായിരിക്കും. എൻ്റെ ജീവിതത്തോട് നിങ്ങളത് വിശ്വസിച്ച് ഏറ്റെടുത്തില്ലെങ്കിൽ ഞാനത് ഏറ്റെടുക്കും, അത് ഞാൻ അനുഭവിക്കും. എന്ത് കാര്യവും വാഗ്ദത്തം പോലെ കിട്ടുമ്പോൾ ദൈവം അത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണേ എന്ന് അത് വിശ്വാസത്തിന്റെ വാക്കാണ്. ഇന്ന് വചനം കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് ദൈവം ഒരു നന്മയെ തരും, ഒരനുഗ്രഹത്തെ തരും, ഒരു വിടുതലിനെ തരും. ആമേൻ. കേട്ടോ, ബൈബിളിലെ ഒരു വാക്യമാണ് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അവിടെ 1-ാമത്തെ വാക്യം മോശയുടെ ജീവിതത്തെ കുറിച്ചാണ്. ശ്രദ്ധിച്ചു കേൾക്കുക, ഈ വചനം നിങ്ങൾക്ക് പ്രയോജനപ്പെടും. മോശ തന്റെ അമ്മായിയപ്പനും മിദിയാനിലെ പുരോഹിതനുമായ ജത്രോയുടെ ആടുകളെ മേയിച്ചു കഴിയുകയാണ്. അതായിരുന്നു ഇദ്ദേഹത്തിന്റെ തൊഴില്. എന്തായിരുന്നു തൊഴിൽ? പശുവിനെ തീറ്റുന്നത് പോലെ, ആടിനെ തീറ്റുന്നത് പോലെ ആടുകളെ മേയിച്ചിങ്ങനെ ഓരോ സ്ഥലത്തേക്ക്, പുല്ലുള്ള സ്ഥലത്തേക്ക് പോവുക, തീറ്റുക, തിരിച്ചു വയറ് നിറയുമ്പോൾ കൊണ്ടുപോയി കെട്ടുക. ഇതായിരുന്നു ആരുടെ ജോലി? മോശയുടെ ജോലി. അങ്ങനെ ആടുകളെ മേയിച്ച് മരുഭൂമിയിലൂടെ എവിടെ എത്തി? അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക്, മരുഭൂമിയുടെ ഒരു മലയുടെ ഒരു ഭാഗം കയറി അപ്പുറ ഭാഗത്തേക്ക് ആടുകളെ കൊണ്ടുപോകുമ്പോൾ ദൈവത്തിന്റെ മലയായ ഹോറബിൽ എത്തിച്ചേർന്നു. എവിടെ ചേർന്നു? ദൈവത്തിന്റെ മലയായ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ പറയട്ടെ, നിങ്ങളും എവിടുന്നൊക്കെയോ യാത്ര ചെയ്ത് ഈ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുന്നവരാണ്. മോശ അങ്ങനെയാണ്. ആടുകളെ മേയിച്ച് ഒരു മരുഭൂമിയുടെ ഒരു സൈഡിലൂടെ കയറി മറ്റൊരു സ്ഥലത്ത് എത്തിച്ചേർന്നു. അത് ഏത് സ്ഥലത്താ? ദൈവത്തിന്റെ മലയായ എന്ന് പറഞ്ഞാൽ നിങ്ങളും എത്രയോ രാത്രി, ഒരു രാത്രിയിൽ ഉറങ്ങാതെ വാഹനം ഓടിച്ചും യാത്ര ചെയ്തും ക്ഷീണിച്ചും ഒരു മലയിൽ നിന്ന് കയറി മറ്റൊരു സ്ഥലത്ത് പ്രാർത്ഥനയുള്ള ദൈവാനുഗ്രഹമുള്ള ഒരു സ്ഥലത്ത് നിങ്ങളും എത്തിച്ചേർന്നവരാണ്. എത്തിച്ചേർന്നിട്ട് ഗുണമുണ്ടായോ? 2-ാമത്തെ വാക്യം, അവിടെ ഒരു മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എന്നാ കണ്ടത്? ജ്വലിച്ചുയരുന്ന അഗ്നി, ഒരു തീ ഇങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടു. ഒരിക്കൽ ഞാൻ ഇത് പ്രസംഗിച്ചിട്ടുണ്ട്, എങ്കിലും ശ്രദ്ധിച്ചോ?
ഒരു തീ ഇങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ, ആ സത്യം പറഞ്ഞാൽ മോശയുടെ ജീവിതം, അവന്റെ ഭാവി തന്നെ മാറിയത് ഈ തീയുടെ അടുത്തേക്ക് വന്നേ പിന്നെയാണ്. ബൈബിൾ പറയുന്നു, എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമാണ്. അപ്പോൾ ഞാൻ ഇതിനെ വിശാലാടിസ്ഥാനത്തിൽ പറയട്ടെ, മോശ അന്ന് കണ്ട തീ അത് ദൈവത്തിന്റെ തീയാണ്, ദൈവവചനത്തിന്റെ തീയാണ്. അത് മോശയുടെ ജീവിതത്തെ തകർത്ത തീയല്ല, മോശയുടെ ജീവിതത്തെ കരിച്ചു കളഞ്ഞ തീയല്ല, മോശയുടെ ഭാവിയെ ഉയർത്തിയ, ജീവിതത്തെ തന്നെ വഴിതിരിച്ചുവിട്ട ഒരു അനുഗ്രഹത്തിന്റെ തീയാണിത്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ വചനമാകുന്ന തീയുടെ പേരാണ് അനുഗ്രഹത്തിന്റെ തീ. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മറ്റൊരു അനുഗ്രഹത്തെ കൂട്ടിച്ചേർക്കാതിരിക്കുകയില്ല. ഒന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഒന്ന് വായിച്ചു കേട്ടെ അടുത്ത വാക്യം. മോശ കണ്ടു, ഒരു മുൾപടർപ്പ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു മുൾപടർപ്പ്. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരും കേട്ടെ, ഞാൻ ഒരിക്കലും അത് പറഞ്ഞതാണ്. ഒരു തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തീ കത്തുമ്പോൾ എന്നാൽ വേഗം വീട്ടിൽ പോകാമെന്ന് പറയും. തീ അപകടകാരിയാണ്. അടുപ്പിൽ കത്തുമ്പോൾ അത് കുഴപ്പമില്ല, ഗ്യാസ് അടുപ്പിന്റെ മുകളിൽ അത് കത്തുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ കൺട്രോളിൽ നിന്ന് പോയാൽ അത് വലിയ അപകടങ്ങളും ദുരന്തങ്ങളും ഉണ്ടാക്കും. അത് നിയന്ത്രിക്കാൻ പോലും വലിയ പാടാണ്. ഇത് ഒരു മലമുകളിൽ കത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു തീ. പക്ഷെ ആ തീക്കൊരു പ്രത്യേകതയുണ്ട്, അത് സംസാരിക്കുന്ന തീയാണ്. ആണോ? ആ തീ മോശയോട് എന്ത് സംസാരിച്ചു? മോശേ മോശേ എന്ന് വിളിച്ചു. അതായത് സംസാരിക്കുന്ന തീ. നിങ്ങളിപ്പോൾ കേൾക്കുന്ന ഈ വചനം നിങ്ങളോട് സംസാരിക്കുന്ന തീയാണ്. നിങ്ങളുടെ കുടുംബത്തോട് സംസാരിക്കുന്ന തീയാണിത്. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തത് മുൾപടർപ്പ് കത്തി ജ്വലിക്കുകയായിരുന്നു, എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലായില്ല. അതൊരു കാര്യം ഒരു പഠിക്കേണ്ട കാര്യമാണ്. ഒരു മുൾപടർപ്പ് കത്തി ചാമ്പലാകാൻ എത്ര സമയമെടുക്കും? അരമണിക്കൂർ പോലും വേണ്ട, ഒറ്റ ആളലിന് അതങ്ങ് തീരും. പക്ഷെ മോശ ഒരു പ്രത്യേകത കണ്ടു. എന്താണ്? മുൾപടർപ്പ് അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ അത് കത്തി തീരുന്നില്ല, ചാമ്പലാകുന്നില്ല. പണ്ടേ ചാമ്പലായി ചാരമാകേണ്ടതാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ദൈവത്തിലും ദൈവവചനത്തിലുമാണോ നിൽക്കുന്നത്? ഒരു പ്രശ്നവും നിങ്ങളെ കത്തിച്ചാമ്പലാക്കില്ല. എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും അവിടെ നിങ്ങൾ ഉറച്ചു തന്നെ നിൽക്കും. കാരണം നിങ്ങൾ ദൈവത്തിലാണ് നിൽക്കുന്നത്. ദൈവമാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വിവാഹം കഴിഞ്ഞതിന് ശേഷം 3 മക്കളുമായ പിന്നെ ഒരു ഭർത്താവ്, ആ വ്യക്തിയുടെ ഭർത്താവ് വളരെ വേഗത്തിൽ മരിച്ചുപോയി. മരണശേഷം ആ കുടുംബം അനാഥമായതുപോലെയായി. ആ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞത്, അവരുടെ കുടുംബക്കാർ പറഞ്ഞത്, എൻ്റെ മകൻ്റെ, ഞങ്ങളുടെ സഹോദരൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണം ഇവള് ജീവിതത്തിൽ വന്നേ പിന്നെയാണ്. അങ്ങനെ ആ ഭാര്യ എല്ലാവരും കുറ്റപ്പെടുത്താൻ തുടങ്ങി. അതിനുശേഷം എല്ലാവരും പറഞ്ഞു, ഇനി അവൾ എങ്ങനെ ജീവിക്കുമെന്ന് കാണട്ടെ, ഇനി അവൾ എങ്ങനെ മക്കളെ പഠിപ്പിക്കുമെന്നാണ് പറയുന്നേ. ആരും 1 രൂപ സഹായിക്കുന്നതിന് പകരം പലരും കുത്തുവാക്കുകൾ കൊണ്ടും പല വിമർശനങ്ങൾ കൊണ്ടും ആ വ്യക്തിയെ ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള വാക്കുകളാണ് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, കുറച്ച് നന്നായിട്ട് കാര്യങ്ങൾ നടത്താൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, അവൾക്ക് വേറെ ഏതോ വഴിക്കാ പൈസ വരുന്നത് എന്നുവരെ പറഞ്ഞ് സമൂഹത്തിൽ നാണം കെടുത്തി. പക്ഷെ എല്ലാവരും വിചാരിച്ചു അവൾ ജീവിതത്തിൽ മുന്നോട്ട് പോകത്തില്ലെന്ന്. അതിനുശേഷം 3 മക്കളെയും പഠിപ്പിച്ചു. 3 മക്കളും സാമാന്യം ജോലിക്കാരായി സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇന്ന് ആ സഹോദരി പറഞ്ഞൊരു വാക്കാണ്, കത്തി നിന്ന പ്രശ്നം ഉണ്ടായിരുന്നു ജീവിതത്തിൽ. ഒറ്റപ്പെടലിന്റെ തീയാ നിന്ന് കത്തിയത്. സകലരും തള്ളിക്കളഞ്ഞതിന്റെ തീ നിന്ന് കത്തി. പക്ഷെ ഞാനും എൻ്റെ കുടുംബവും ചാമ്പലാകാതെ അവിടെ പിടിച്ചു നിന്നത് ദൈവം എന്ന ഒരു ശക്തി എൻ്റെ കൂടെ, എൻ്റെ മക്കളുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണെന്ന്. ഹല്ലേലൂയ. നിങ്ങളിത് പറയും, എവിടെയൊക്കെയോ ഒറ്റപ്പെട്ടവരും എവിടെയൊക്കെയോ പരാജയപ്പെട്ടവരും ഉണ്ട്. തീ നിന്ന് കത്തുന്നത് പോലെ, മുൾപടർപ്പിനെ തീ ഇങ്ങനെ വിഴുങ്ങിയതുപോലെ ഏതൊക്കെയോ പ്രശ്നങ്ങൾ നമ്മളെ വിഴുങ്ങിയിട്ടുണ്ട്. പക്ഷേ ദൈവമുണ്ട് കുഞ്ഞെ നിന്റെ കൂടെ. ആ പ്രശ്നത്തിൽ നീ കത്തിച്ചാമ്പലാകത്തില്ല. അവിടെ എഴുതിയിരിക്കുകയാണ്, അങ്ങനെ തീ കത്തുന്നത് കണ്ടപ്പോൾ മോശ പറഞ്ഞത്, ആ മഹാദൃശ്യം. തീ കത്തുന്നത് എങ്ങനെയാ മഹാദൃശ്യമാകുന്നത്? ദൈവം കൂടെയുള്ളവന്റെ ജീവിതം അത് മറ്റൊരാളെ ആകർഷിക്കത്തക്ക വിധത്തിൽ അത്ഭുതമായി ദൈവം മാറ്റും. മറ്റൊരാൾക്ക് അത്ഭുതമായി ആ വ്യക്തി മാറും. ഇത് നിങ്ങൾ ഇന്ന് കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ
ഇതെല്ലാ ദിവസവും നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റിയൊരു വചനമാണ്. ദൈവവചനമാകുന്ന തീ എൻ്റെ ഉള്ളിൽ വെളിപ്പെടുമ്പോൾ അതെൻ്റെ ജീവിതത്തെ ഭയങ്കരമായി മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ഒത്തിരി പേരുടെ ജീവിതങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലുണ്ട്. ഞാൻ ഒരു സ്ഥലത്ത് ധ്യാനം നടത്തുമ്പോൾ അവരുടെ അമ്മ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന ആ ഒരു പ്രായമുണ്ട്. എന്തോ ആ വിഷയം കേട്ടപ്പോൾ എത്രയിലാ പഠിക്കുന്നതെന്ന് പോലും ചോദിക്കാൻ വിട്ടുപോയി. മുമ്പിലത്തെ പല്ലൊന്നുമില്ല. അപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാലോ, നല്ല തൂവെള്ള പല്ലുകൾ ഉണ്ടായിരിക്കേണ്ട ആളുടെ പല്ലൊക്കെ ഭയങ്കരമായി ഒടിഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ അമ്മ പറയുകയാണ്, പ്ലസ് ടു ആ ഒരു പ്രായം അവിടെ എത്തിയിട്ടുള്ളൂ, മദ്യപിച്ച് വീണ് പോയതാണ് മുമ്പിലത്തെ പല്ലുകൾ മദ്യപിച്ചിട്ട്. ആ ഒരു കാര്യം പ്രാർത്ഥനയിൽ വച്ചേ പിന്നെ ഇപ്പോഴാണ് ആ കൊച്ചിൻ്റെ ജീവിതം ഒന്ന് മാറാൻ തുടങ്ങിയത്. 20 വയസ്സിൽ താഴെയുള്ള ഒരാളാന്ന് ഓർക്കണം. മുമ്പിലത്തെ പല്ല് പോയതേ ലഹരി വസ്തുക്കൾ വീണത് നുണ പറഞ്ഞതല്ല. ഇത് പറഞ്ഞത് ചിരിച്ചോണ്ടുമല്ല, കരഞ്ഞോണ്ടെന്ന് പറഞ്ഞാൽ പൊട്ടിക്കരഞ്ഞോണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2-3 പേരുമുണ്ട് എൻ്റെ കൂടെ. അവര് അത്ഭുതമായി പോയി അത് പറഞ്ഞപ്പോൾ. പ്രിയപ്പെട്ടവരെ, പിന്നീട് ഇവരെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു മാറിപ്പോയ പിന്നെ ഞാൻ ചോദിച്ചു, ഇപ്പോഴെങ്ങനെയുണ്ട്? അപ്പോഴാണ് അവർ പറഞ്ഞത്, ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രാർത്ഥിച്ചിപ്പോൾ ഇവന് നല്ല മാറ്റമുണ്ട്. ഇവനിപ്പം നല്ല മാറ്റമുണ്ട്. ഈ മാറ്റം കൊണ്ടുവന്ന ആരാ? ദൈവവചനം. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവത്തിൻ്റെ വചനം കേട്ടതാണെന്ന്. ആ വചനം അവരുടെ ജീവിതത്തിൽ, കുഞ്ഞിൻ്റെ അടക്കം ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയെന്ന്, വഴിത്തിരിവിന് കാരണമായെന്ന്. നിങ്ങളും ബൈബിൾ തുറന്നു വെച്ച് മോശയോട് ചോദിച്ചു നോക്ക്. മോശ ആടുകളെ മേയിച്ച് പറമ്പിക്കൂടെ നടന്ന ആളാണ്. പറമ്പിക്കൂടെ ആടുകളെ മേയിച്ച് നടന്ന ആള് രാജാവിൻ്റെ പേടി സ്വപ്നം ആവുമോ? അപ്പൊ മോശയോട് ചോദിക്കണം, അല്ലയോ മോശേ, നീ ഇങ്ങനെ ആടുകളെയൊക്കെ മേയിച്ച് നടന്ന ആളല്ലേ, നീ എങ്ങനെ ഇത്രയും വലിയ നിലയിലെത്തി? അങ്ങനെ മോശ പറയും, നമ്മൾ ചോദിക്കില്ലേ, നിങ്ങൾ ഇങ്ങനെ വലിയ സമ്പന്നനാകാൻ എന്താണ് കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓരോരുത്തരുടെ അനുഭവങ്ങളൊക്കെ പത്രമാധ്യമങ്ങളിൽ കണ്ടിട്ടില്ലേ? ചിലരൊക്കെ രക്ഷപ്പെട്ട ആളുകളുടെ ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യും. അപ്പോൾ മോശയോട് ചോദിച്ചാൽ മോശ പറയും, ഞാൻ ആടുകളെ മേയിച്ചു പോകുമ്പം ഒരു സ്ഥലത്തിങ്ങനെ തീ കത്തിയത് കണ്ട്, ആ മുൾപ്പടർപ്പ് കണ്ട് ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ ആ തീ എന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞു, ചെരുപ്പഴിച്ചു മാറ്റ്, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അങ്ങനെ അടുത്തേക്ക് ചെന്നതാണ് എൻ്റെ ജീവിതം ഇന്ന് നല്ല നിലയിൽ ഇന്നെത്താൻ കാരണം. ലക്ഷക്കണക്കിന് ആളുകളെ നയിച്ച ഒരു വ്യക്തിയാണ് മോശ. ഹല്ലേലൂയ. നിങ്ങളും നിങ്ങളുടെ അവസ്ഥ എന്തുമാകട്ടെ, ഈ ദൈവവചനമാകുന്ന അഗ്നിയുടെ അടുത്തേക്കാണോ കാലിന് ജീവിതം അടുപ്പിച്ചത്, ചിറക് കരിഞ്ഞു പോകില്ല. നിങ്ങൾ വിചാരിക്കാത്ത നിലകളിൽ ദൈവം നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെയൊക്കെ ഉയർത്തി ദൈവം അങ്ങ് അത്ഭുതമായി മാനിക്കും. എന്നിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കും, എങ്ങനെയായി രക്ഷപ്പെട്ടെ, എങ്ങനെയാ വീട് വെച്ചേ, എങ്ങനെയാ കൊച്ചുങ്ങളൊക്കെ നല്ല ജോലിയായേ, ഞങ്ങളെ നോക്കിയിട്ടൊന്നും ശരിയായില്ലല്ലോ, നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? അവർക്ക് അത്ഭുതമായി തോന്നും, എങ്ങനെ ഇത് സംഭവിച്ചു എന്ന്. ദൈവവചനമാകുന്ന തീ കത്തുമ്പോൾ അത് ഒരാളിൽ, ആ വ്യക്തിക്കുള്ള സകല അസ്വസ്ഥതകളെ അത് മാറ്റിക്കളയും. ഹല്ലേലൂയ. ദൈവവചനമാകുന്ന അഗ്നി ഒരാളിൽ കത്തിയാൽ, ആ വ്യക്തിയിൽ തെറ്റായ ബന്ധമുണ്ടെങ്കിൽ അതിനെ ദൈവം കത്തിച്ചു കളയും. അയാളിലെ മദ്യപാനശീലത്തെ, പഴയ അവസ്ഥയിൽ തുടരാൻ പറ്റത്തില്ല. അയാൾക്ക് പിന്നെ പഴയ അവസ്ഥയിൽ തുടരാൻ പറ്റില്ല. എന്നും ചീത്ത വിളിക്കുന്ന ഒരാൾക്ക് ദൈവവചനമാകുന്ന അഗ്നി അയാളിൽ കത്താൻ തുടങ്ങിയാൽ ആ പഴയ വേദനിപ്പിക്കുന്ന അവസ്ഥയിൽ തുടരാൻ കഴിയില്ല. അയാളുടെ ജീവിതത്തെ ദൈവം മാറ്റിയെടുക്കും. ഹല്ലേലൂയ. ഒരു വചനം ഒന്ന് വായിക്കുകയാണ്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 18-19 വാക്യം. ദൈവവചനമാകുന്ന അഗ്നി ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും വ്യക്തിയിൽ ആ തീ കത്തിയാൽ നിങ്ങളെ നശിപ്പിക്കുമെന്നല്ല കേട്ടോ എഴുതിയിരിക്കുന്നത്. 18-19 വാക്യങ്ങൾ. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട.
കഴിഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ. അതും ചുമന്നോണ്ടാ പലരും നടക്കുന്നത്. ഡോക്ടർ പോലും നിങ്ങളെ വഴക്ക് പറഞ്ഞു. എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്നതെന്നാ ചോദിച്ചേ. കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്താ പലർക്കും ടെൻഷൻ. ബൈബിൾ പറയുന്നു കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കാൻ പോലും പാടില്ലെന്ന്. കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഓർക്കാൻ പോലും പാടില്ല, പിന്നെ ഒട്ടും അത് പരിഗണിക്കാനും പാടില്ല. നമ്മളുടെ എന്നാ വിഷയം എന്നറിയാമോ? കഴിഞ്ഞ കാര്യങ്ങൾ എപ്പോഴും ഓർത്തോണ്ടിരിക്കുക, അത് പരിഗണിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് നമുക്ക് ഒന്ന് കരകയറാൻ പറ്റാത്തത്. ഇന്ന് ദൈവവചനം കേൾക്കുന്ന എല്ലാവരോടും ദൈവം പറയാണ്, നീ കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ചുമ്മാ പോലും വേണ്ട. എന്താ അടുത്ത വാക്യം നോക്കിക്കേ. ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു. അവിടെ ചെയ്യും. കഴിഞ്ഞ കാര്യങ്ങളെ ഓർക്കൊന്നും വേണ്ട. ഇതാ ഞാനൊരു പുതിയ കാര്യം. അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട വാക്ക് ഞാൻ പറയാം. ഞാനൊരു കാര്യം ചെയ്യാൻ പോവാന്നല്ല പറഞ്ഞേ. എന്ത് കാര്യം ചെയ്യുള്ളൂ? പുതിയ കാര്യം. എന്താ നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധി ഒരു പുതിയ കാര്യം എന്നതാ? ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുക, ദൈവം ഞാൻ എത്ര നാളായി ഈ IELTS എക്സാം എഴുതുന്ന ഒരു ജോലിക്ക് വേണ്ടി. എനിക്കൊരു ദൈവം നിന്നോടാ പറയുന്നേ, ഒരു പുതിയ കാര്യം നിനക്ക് ദൈവം ചെയ്തു തരും. ആമേൻ. വേറൊരു വ്യക്തി പറഞ്ഞു, എനിക്ക് ഇന്നതാണ് എൻ്റെ ജീവിതം, ഞാൻ മടുത്തു, ഞാൻ തളർന്നു. കഴിഞ്ഞ കാര്യങ്ങൾ പോട്ടെ, പുതിയൊരു കാര്യം നിനക്ക് ദൈവം ചെയ്തു തരും. പുതിയൊരു കുടുംബജീവിതം നിനക്ക് ദൈവം തരും. ആമേൻ. പുതിയൊരു ഭാവി നിനക്ക് തരും. പുതിയൊരു ജോലി നിനക്ക് ദൈവം തരും. ആമേൻ. ഈ പ്രശ്നങ്ങളും കടബാധ്യതയും ഒക്കെ മാറി പുതിയൊരു നന്മ ജീവിതത്തിൽ ചേർത്ത് വരും. ഉറക്കൊന്ന് ആദ്യം വായിച്ചേ. കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഒരു കാര്യം ശ്രദ്ധിച്ചേ. ഇപ്പോൾ നിങ്ങൾ ഈ വചനം വിശ്വസിച്ച് കഴിഞ്ഞ കാര്യങ്ങളെയൊക്കെ അങ്ങ് മാറ്റിയിട്ട് ദൈവവചനത്തിന്റെ മുമ്പിലാണ് നിൽക്കുന്നെങ്കിൽ, ഈ വചനത്തിന്റെ അഗ്നി നിങ്ങളിൽ കത്തുമ്പോൾ നിങ്ങളിൽ വെളിപ്പെടുന്ന ഒരു പുതിയ കാര്യം. ഒരു പുതിയ കാര്യം. അത് ആര് ചെയ്യുന്നതാ ഈ പുതിയ കാര്യം? നാട്ടുകാരും പഞ്ചായത്തിലെ ആളുകളും വന്ന് ചെയ്യുന്ന പുതിയ കാര്യമല്ല. പിന്നെയോ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന പുതിയ കാര്യം. അതിനുവേണ്ടി നിന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് പ്രാർത്ഥിച്ച ആ പുതിയ കാര്യമാണ് നാളുകളിൽ നിങ്ങൾ ഇവിടെ സാക്ഷ്യമായിട്ട് പറയേണ്ടത്. നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ വിടുതലായി മാറുന്നത് പുതിയ കാര്യം ദൈവം ചെയ്യാൻ പോകുന്നു. പുതിയ കാര്യം. എന്നിട്ട് അടുത്ത വാക്യം, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? അത് ഏത് രൂപത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്? വലിയ മരമായിട്ടൊന്നും ആയിട്ടില്ല. അത് ഏത് രൂപത്തിലാ? ഒരു പയറിന്റെയോ വെണ്ടയുടെയോ പാവലിന്റെയോ വിത്ത് കിളിർക്കുമ്പോൾ കാണില്ലേ ചെറിയൊരു മുള, ഒരു വെള്ള നിറത്തിൽ ഒരു മുള. അതുപോലെ ചെറിയ രീതിയിൽ മുള പൊട്ടി വരുന്നത് നിങ്ങൾ അറിയുന്നില്ലെന്ന്, കാണുന്നില്ലെന്നല്ല, അറിയുന്നില്ലെന്ന്. അതെങ്ങനെ അറിയും? വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് അത് മുള പൊട്ടി വളരുന്നത് അറിയാൻ പറ്റും. നിങ്ങൾ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്നു. ചിലരുടെ ആളുകളിൽ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറയുന്നു, ആ വിഷയം ഒന്നും കൂടെ ആലോചിക്കണം, ദൈവം ഒരു നല്ല കാര്യം ചെയ്യും. അതെങ്ങനെയാ ഈ പുള്ളി പറഞ്ഞത്? ഞാൻ പറയുന്നതിന് അടിസ്ഥാനമാണ്. ഒരു നിമിഷം നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കാണിച്ചു തരും. ഈ മനുഷ്യൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗത്തിൽ ഒരു ചെറിയ മുള കിളുക്കാൻ തുടങ്ങി. ചെറിയൊരു മുള. നാളെ 10 മണിയാകുമ്പോൾ എല്ലാം റെഡിയാവും. 11 മണിയാകുമ്പോൾ നീ അവിടെ എത്തുന്നല്ല, അത് വളർന്നോളും. അത് ശ്രദ്ധിച്ചാൽ മതി. അത് ഇന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധി ഇരിക്കുമ്പോൾ അതിന് മുളയെ പൊട്ടിട്ടുള്ളൂ. ദൈവം എൻ്റെ കൊച്ചിൻ്റെ കല്യാണമൊന്നും ആയില്ലല്ലോ. ആ ഒരു കാര്യം പ്രാർത്ഥിച്ച് അതിന്മേൽ ഒരു ചെറിയ മുള വരും. നല്ല ഒരാൾ വരും, ചെറുതായിട്ടത് വരും. അയ്യോ എനിക്ക് വീടില്ലല്ലോ, എനിക്ക് അതില്ലല്ലോ, എനിക്ക് ഇതില്ലല്ലോ, എൻ്റെ ഭാവി ഇങ്ങനെയാണല്ലോ. അതിനെയൊക്കെ മാറ്റാനുള്ള ഒരു മുള അവിടെ ദൈവം പതുക്കെ കൊണ്ടുവരും. നിങ്ങൾ കണ്ടിട്ടില്ലേ, പയറൊക്കെ നട്ട് കഴിയുമ്പോൾ അതിൻ്റെ മുള വരുന്നത് നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ കാണത്തില്ല. വെറുതെ ഇങ്ങനെ മണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ കൈ ഓടിച്ചു പോയാൽ അതിൻ്റെ മുള ഒടിഞ്ഞു പോകും. വളരെ ശ്രദ്ധിച്ചു നോക്കിയാലേ ആ വെള്ള നിറത്തിലുള്ള മുള കാണാൻ പറ്റുള്ളൂ. നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങിയതിൻ്റെ മുള കാണാൻ പറ്റും. വിശ്വസിക്കുന്നു? ദൈവവചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് എനിക്ക് കാണാൻ കഴിയേണ്ടത് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചതിൻ്റെ അടയാളമായി നിൽക്കുന്ന ആ കുഞ്ഞു മുളയാണ്. അത് കാണുമ്പോൾ അറിയാൻ പറ്റും. നീ ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചാൽ മതി, ധൈര്യമായിട്ട് മുന്നോട്ട് പോകും.
അയ്യോ ഞാൻ ഈ പരീക്ഷ എഴുതി തോറ്റു, ഇനി പരീക്ഷ എഴുതാൻ എനിക്ക് താല്പര്യമില്ല, എൻ്റെ വീട്ടുകാരെല്ലാം എതിരാണ്, അങ്ങനെ പറയല്. നീ രക്ഷപ്പെടാനൊരു ചെറിയ മുള നിന്റെ ജീവിതത്തിൽ മുളച്ചിട്ടുണ്ട്, വേണ്ടെന്ന് പറയല്ലേ. മനസ്സുമെടുത്ത് പുറകോട്ട് പോകരുത്. അല്ല, എനിക്കൊരു പ്രതീക്ഷയില്ല. അല്ല, പ്രതീക്ഷയുള്ളൊരു ചെറിയ മുള പ്രാർത്ഥിച്ചപ്പോൾ കണ്ടു. ഈ രോഗം സൗഖ്യമാകും തോന്നുന്നില്ല. ഡോക്ടർ വരെ ഒരു ഉപേക്ഷിച്ചാ പറഞ്ഞത്, ഇനി ഇങ്ങോട്ട് വരണമെന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കാണിച്ചു തന്നതോ വളരാൻ സാധ്യതയുള്ളൊരു കുഞ്ഞു മുള അവിടെ ബൈബിൾ എഴുതിയിരിക്കുകയാണ്. അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? നീ അറിയുന്നില്ലേ? നീ അറിയുന്നില്ല. നാം മാത്രം അറിയാത്ത